25 വർഷമായിട്ട് പാർട്ടി ഒട്ടനവധി ചുമതലകൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ഉത്തരവാദിത്തത്തോടെ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി ഏറ്റെടുത്ത ഈ ചുമതല പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. അതിനെ വിജയിപ്പിക്കാനായ എല്ലാ തരത്തിലുള്ള കഠിനമായ പ്രയത്നങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാവും. 100%. പാർട്ടി വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയും നാൾ വളരെ കൃത്യമായ രീതിയിൽ പാർട്ടി അടിത്തട്ടിൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ തൃശ്ശൂർ പാർട്ടി പാർലമെൻറ്റ് MP സൃഷ്ടിച്ചതിന് ശേഷം തൃശ്ശൂരിലെ മുഴുവൻ ഘടകങ്ങളും ഈ ചേലക്കരയിലെ വിജയത്തിനാവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ വിജയതന്ത്രം തന്നെയായിരിക്കും ചേലക്കരയിലും ആവർത്തിക്കുക. 100%. പൂരം വിവാദം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രദ്ധിക്കേണ്ടതല്ല. അത് തൃശ്ശൂരിലും അത് പൂരം വിവാദം ഏൽക്കേണ്ടതല്ല. അത് സത്യത്തിൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി സ്ഥലങ്ങളുണ്ടെങ്കിലും തൃശ്ശൂർ ടൗണിന് മാത്രം ബന്ധപ്പെടുന്ന ഒരു കാര്യത്തെ അവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതാണ്. അതിവിടെ ഉണ്ടാവില്ല എന്തായാലും. തീർച്ചയായിട്ടും തിരുവല്ലാമല പഞ്ചായത്തിലാണ് നമ്മളവിടെ ആദ്യം മെമ്പറായി തുടങ്ങി. രണ്ടാമത് നമുക്ക് അവിടുന്ന് പഞ്ചായത്തിന് അധികാരം കിട്ടി. ആ അധികാരം നമ്മൾ ഒരു വർഷം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ CPM-ഉം കോൺഗ്രസും കൂടി ചേർന്നുകൊണ്ട് ഒരു അവിശ്വാസം കൊണ്ടുവന്ന് നമ്മൾ ഇറങ്ങിപ്പോയത്. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യ മുന്നണി തിരുവല്ലാമലയിൽ നിന്ന് ആരംഭിച്ച് അപ്പോൾ അവർ രണ്ടുപേരും ചേലക്കരയിലും ഒന്നാവാൻ സാധ്യത. BJP വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം ഞങ്ങൾക്കില്ല. ചേലക്കരയിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രബുദ്ധരായ വോട്ടർമാരാണ്. അവർക്ക് ഈ കാലഘട്ടത്തിൽ എന്താണ് ആവശ്യം അത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. രണ്ട് മുന്നണിയും പരീക്ഷിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത് BJPക്ക് ഒരു അവസരം 100% തരുന്നതാണ്.